കേസേ ഷാജിദ ഷാജിയും ഉമ്മയും തമ്മിലടിക്കാനുള്ള കാരണം എന്തത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടോണ്ടിങ്ങനെ ഇരിക്കായിരുന്നേ. അപ്പോൾ സംഗതി ഇതെന്തോടത് ഇപ്പോൾ കളറായില്ലേ. ഷാജിദ ഷാജിയും ഉമ്മയും തമ്മിലടിക്കാനുള്ള കാരണം എന്നിട്ടൊരു വീഡിയോ ഷാജിദ ഷാജീനെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. വരുത്തി 2 മണിക്കൂർ മുമ്പ് എന്നുള്ളൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. ഇത് എന്ത് എങ്ങനെ ഇരുട്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ പോവുകയാണ് ഗൈസ്. ഒന്ന് നോട്ടിഫിക്കേഷൻ ആ സംഭവമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, എനിക്കിന്ന് ആദ്യം തോന്നിയത് ഷാജിദ ഷാജിയും രേണുസുധിയുടെയും ഒക്കെ ഇൻ്റർവ്യൂസ് കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഷാജിദ ഷാജിയുടെ ഇനി കുറച്ച് ദിവസം കാര്യമായിട്ടുണ്ടായിരിക്കും തോന്നണം. ഇവർ ബിഗ് ബോസിൻ്റെ ടൈമില്ല, ഓഗസ്റ്റിലെ ബിഗ് ബോസ് ഇറങ്ങണേ. അപ്പോൾ രേണുസുധിയും അതേപോലെ ഷാജിദ ഷാജിയൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇവർ രണ്ടുപേരുണ്ടാവുന്നു. എനിക്കും അങ്ങനെ ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഷാജിദ ഷാജി ബിഗ് ബോസ് വരുമ്പോഴുള്ള എൻ്റെ ഒരു ആൾക്കാർ അത് എങ്ങനെ നെഗറ്റീവായിട്ട് എടുത്താലും വേണ്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവർ ഈ നാട്ടിൻപുറത്ത് പത്തിരിപ്പാല, ഞങ്ങളൊരേ ജില്ലയാണ് പാലക്കാട്, പത്തിരിപ്പാല മണ്ണാർക്കാട് ഈ പരിസരത്ത് ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല. അവർ കുറച്ച് ലോകം കാണട്ടെ, ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഒരുപക്ഷെ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു നെഗറ്റീവ് ഇമേജ് മാറിയിട്ടുണ്ടെങ്കിലോ. കാരണം എന്താ വെച്ചാൽ അവർ ഇപ്പോൾ ഓരോരുത്തരുടെ എഡ്യൂക്കേഷനും അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും വെച്ചാണ് ഓരോരുത്തരും പെരുമാറുക, പ്രതികരിക്കുകയൊക്കെ ചെയ്യുക അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് നോളജ് കിട്ടാത്തതുകൊണ്ടോ എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നതുകൊണ്ടാണെങ്കിലും അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പോൾ നമ്മുടെ ജെട്ടി ഡാൻസ് പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവില്ല. നമ്മൾ ആ കാരണത്തെ കൂടി മനസ്സിലാക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. കാരണം ഇനി അവർ ആവർത്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് അങ്ങനെ വരണമല്ലോ. ഇനി അവരത് ആവർത്തിക്കരുതില്ലേ. കുട്ടിയുടെ മുന്നിൽ വെച്ച് തെറി വിളിക്കുകയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അതിൽ ഒരു കാര്യം അവർ പറയുന്നത്, ഉമ്മച്ചി അതായത് ഷാജിദയുടെ അമ്മ ഉമ്മച്ചി മദ്രസയിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവർ ആ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അവർ എന്താ ആ നാട്ടിലെ ചെറിയ പണികൾക്കൊക്കെ അല്ലേ, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു കുഞ്ഞു ജീവിതമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ 5 മക്കളുള്ള മകൾ അല്ലേ, 5 മക്കളുള്ള മകൾ വിധവ അല്ലേ, ഭർത്താവ് മരിച്ച ഒരവസ്ഥയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സദാചാര സമൂഹത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലേ. പിന്നെ കാശും കുറവാണെങ്കിലുള്ള നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാശും കുറവുണ്ടെങ്കിൽ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, ചെറിയ വീട് ഒക്കെ അല്ലേ. അപ്പോൾ അതിന് ഇവർ പറയുന്നുണ്ട് ഷാജിദ ഷാജി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പല വ്ളോഗേഴ്സും റിയാക്ഷൻ